തിരുവനന്തപുരം ജില്ലയുടെ കാർഷിക സംസ്കൃതിക്ക് പാരമ്പര്യവും ശാസ്ത്രീയതയുമേകി സംരക്ഷിച്ചു പോരുന്ന കാർഷിക കൂട്ടായ്മയാണ് സംഘമൈത്രി ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി. 6000-ഓളം കർഷകരാണ് ഈ കർഷക മൈത്രി സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് കൃഷിയിടത്തിൽ കാർഷിക മികവ് കാട്ടുന്നത്. കാർഷിക പാരമ്പര്യം കൈമുതലായി കിട്ടിയ ബാലേട്ടനാണ് കാർഷിക മുറകളെ ഏകോപിപ്പിച്ച് സംഘമൈത്രിക്ക് നേതൃത്വമേകുന്നത്. 20 കിലോ ബാലേട്ടന്റെ നരുവാമൂട് ഗ്രാമത്തിലെ കൃഷിയിടമാണിത്. ഗ്രാമീണ കൃഷിയിടങ്ങളുടെ വശ്യത ഇന്നും നരുവാമൂടിന്റെ മണ്ണിലുണ്ട്. ഇവിടെ കരഭൂമിയിലും പണയിലുമായി 5 ഏക്കർ സ്ഥലത്താണ് ബാലേട്ടന്റെ 28ഓളം ഇനം കൃഷിവിളകൾ പച്ചപ്പണിഞ്ഞു നിൽക്കുന്നത്. ഓണക്കാല വിപണി ലക്ഷ്യമിട്ടുകൊണ്ട് 4000 ചുവട് ചേനയാണ് കൃഷിയിടത്തിൽ ഇലവട്ടം വീശി നിരയിടുന്നത്. രാസവളം, കീടനാശിനി എന്നിവയൊന്നും വേണ്ടാത്ത പച്ചക്കറി ഇനമായതിനാലാണ് ചേന കൃഷിക്ക് ഈ കർഷകൻ പ്രാധാന്യം നൽകിയത്. ഇത് ഓണത്തിന് വിളവെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചേനയാണ്. പട്ട് തുടങ്ങി ഇത് 4000 മൂട് ചേന നട്ടിട്ടുണ്ട്. 4000 മൂട് 3.5 ഏക്കറിലാണ് നട്ടിരിക്കുന്നത്, ചേന മാത്രം. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് നവംബറിലെ നട്ടു. 6-7 മാസമായപ്പോഴേ പട്ട് തുടങ്ങി. 8-ാം മാസമാകുമ്പം വെട്ടാം. കേരളത്തിന് ആവശ്യമുള്ള ചേന ഒരൊറ്റ സംസ്ഥാനത്തും പോണ്ട ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ സംഘമൈത്രി വഴിയാണ് ഇത് വിറ്റഴിക്കുന്നത്. 1 കിലോ ചേനയ്ക്ക് ഇന്ന് 100 രൂപ വില പൊതു മാർക്കറ്റിലുണ്ട്. ഞങ്ങൾ 80 രൂപയ്ക്കാണ് ഈ ചേന കൊടുക്കുന്നത്. ഇത് ഗജേന്ദ്രൻ ചേനയാണ്. ഇത് ഒരു 12 കിലോ ചേന വരും. 12 കിലോ. ഇത് 960 രൂപ മാർക്കറ്റിൽ നിന്ന് വിലയുണ്ട്. 960, 80 വെച്ച് 6 മാസം കൊണ്ട് 960 രൂപ കിട്ടുന്ന ഒരു കൃഷി ഇനി ഈ കേരളത്തിൽ വേറൊരു കൃഷിയിലേക്ക് പോകണ്ട. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ചൊറിയില്ല, അകം വെള്ള കളറാണ്. ഇതാ എൻ്റെ വെയിറ്റ് നോക്കുമ്പോൾ അറിയാം. ഇത് ഒരു 6 മാസമേ ആയുള്ളൂ നട്ടിട്ട്. 960 രൂപ ആ ചേനയിൽ കിട്ടും. ഇതുപോലെ ഏകദേശം 4000 മൂട് ചേനയുണ്ട്. ഇതാണ് കൃഷി. ഇപ്പം കൃഷി എന്ന് പറഞ്ഞ സയൻസാണ്. അത് മണ്ണിൽ പരീക്ഷിക്കുക, മണ്ണരെ സംരക്ഷിക്കുക. അതാണ് നമ്മുടെ ലക്ഷ്യം. വിപണനത്തിനു പുറമെ വിത്തിനായി 1000 ചുവട് ഗജേന്ദ്ര ഇനം ചേനകളും പുരയിടത്തിൽ തഴച്ചു വളരുന്നു. വിത്ത് ചേനയ്ക്ക് പ്രത്യേക പരിചരണം ആവശ്യമാണ്. ഇത് വിത്തിന് മാത്രം ഉപയോഗിക്കാൻ വേണ്ടി നട്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ കൃഷി ചെയ്യുന്നത് ഒരു 5 അടി അകലത്തിൽ കുഴി വെട്ടിയതിന് ശേഷം വിത്ത് വച്ചതിന് ശേഷം അതിൽ പൗഡർ ഇടുമ്പോൾ ടാക്നിമോ ഇടും. ടാക്നിമോ അത് നിമിറ്റോഡിനെ ചേർക്കാനാണ്. ടാക്നിമോ ഇട്ടതിന് ശേഷം മണ്ണ് മൂടിയിട്ട് അതിന് 50 ഗ്രാം സോയിൽ റിച്ച് ഇട്ട് കൊടുക്കും. സോയിൽ റിച്ച് എന്ന് പറഞ്ഞാൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ അതിട്ട് അതിൻ്റെ പുറത്ത് കോഴിവളം അല്ലെങ്കിൽ ചാണകപ്പൊടി ഇട്ട് അങ്ങോട്ടേക്ക് വീണ്ടും അത് മുള വന്ന് ഇല വന്നതിന് ശേഷം വീണ്ടും ഒരു 100 ഗ്രാം സോയിൽ റിച്ച് ഇട്ടിട്ട് മണ്ണണച്ചു കൊടുക്കും. മണ്ണണച്ച് കൊടുത്താൽ പിന്നെ അതിന് വളം വേണ്ട. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇടയിൽ വരുന്ന പുല്ല് പറച്ച് അതിൻ്റെ മൂട്ടി ചെയ്ത് നോക്കുമ്പോൾ അറിയാം ഒരു പുല്ലും ഇല്ല. എല്ലാം ചേനയുടെ ഷെയ്ഡ് കൊണ്ട് അതെല്ലാം പുല്ലെല്ലാം പോകും. ഇന്ന് നമ്മളെല്ലാം അമിതമായ കോടിക്കണക്കിന് രൂപയുടെ കളനാശിനി വാങ്ങിച്ചടിക്കുമ്പോൾ ഇത്തരം കൃഷി ചെയ്യുകയാണെങ്കിൽ കളനാശിനിയെ ഒഴിവാക്കാൻ പറ്റും. മണ്ണിനെയും ജലത്തെയും സംരക്ഷിക്കാം. ചേന ഒരു ലാഭകരമായ ഒരു കൃഷിയാണ്. വിത്ത് ചേന 10 മാസം കഴിഞ്ഞേ വിളവെടുക്കാവുള്ളൂ. വിത്ത് ചേന നട്ടാൽ 10 മാസം തടപട്ട് പിന്നെ 1 മാസം കഴിഞ്ഞ് വേരെല്ലാം ചെത്തിട്ട് വിത്ത് ചേന എടുക്കാവുള്ളൂ. എങ്കിലേ മുള വരൂ. അത്തരം ചേന കമ്പോളത്തിൽ കിട്ടാറില്ല. അപ്പം വിത്തിന് ആവശ്യമായ ചേന മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 1000 മൂടുണ്ട്. ഇത് ഏകദേശം വിളവെടുത്ത് വരുമ്പോൾ ഒരു 10000 കിലോ, ശരാശരി 10 കിലോ വെച്ച് കിട്ടും. 10000 കിലോ ചേന കിട്ടിക്കഴിഞ്ഞാൽ ശരാശരി 80 രൂപ വെച്ച് എത്രയാണെന്ന് കണക്കൂട്ടും പറയാം. ഇതാണ് കൃഷി. കൃഷി ശാസ്ത്രീയമായി സമയബന്ധിതമായി ആ കാലത്തിനൊത്ത് കൃഷി ചെയ്യാൻ കൃഷിക്കാരെ പ്രാപ്തമാക്കുക എന്ന ഒരു മോഡലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ചേന ഇലകളെ തഴുകി പുറത്തേക്കിറങ്ങിയാൽ എത്തുന്നത് വാഴത്തോട്ടത്തിലാണ്. ദേശീയ വാഴ ഗവേഷണ കേന്ദ്രം ട്രിച്ചി അഥവാ NRCB വികസിപ്പിച്ചെടുത്ത കർപ്പൂരവല്ലി, ഇതയം എന്നീ ഇനങ്ങളാണ് തോട്ടത്തിലുള്ളത്.
ഇവ ഓണക്കാല വിളവെടുപ്പിന് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇത് കർപ്പൂരവല്ലി. തൃച്ചിയിൽ ഞങ്ങൾ ട്രെയിനിങ്ങിന് പോയപ്പം അവിടുന്ന് ഒരു വാഴവിത്ത് കൊണ്ടുവന്ന് നട്ടതാണ്. ഒരു വാഴവിത്ത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ മാണത്തിൽ നിന്ന് ടിഷ്യൂ കൾച്ചർ ഉണ്ടാക്കി. അവർ പഠിച്ചതനുസരിച്ച് ടിഷ്യൂ കൾച്ചർ ഇപ്പം വ്യാപകമായ കൃഷിക്കാരിലുണ്ട് കർപ്പൂരവല്ലി. ഈ കർപ്പൂരവല്ലിക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഴം 70 രൂപ മാർക്കറ്റിൽ വിലയാണ്. കൃഷിക്കാരന് 45-50 രൂപ വില കിട്ടും. നല്ല സ്വാദാണ്, നല്ല ഷുഗർ കണ്ടന്റ് കുറവാണ്, നൈസ് തൊലിയാണ്, രോഗകീടബാധകളൊന്നുമില്ല. അവർ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു 3 വർഷമേ ആയുള്ളൂ. അപ്പോഴേ തന്നെ നമുക്ക് വിത്ത് കിട്ടി. ആ വിത്ത് കിട്ടിയതിൽ ഏറ്റവും ഇപ്പോൾ വാഴ കൃഷി ചെയ്തതിൽ കാറ്റിനെ അതിജീവിക്കാൻ, തടയൊക്കെ നല്ല കനമാണ്, പെട്ടെന്ന് അടിച്ചോടിക്കില്ല, അതിജീവിക്കാൻ കഴിവുള്ളതാണ് ഈ കർപ്പൂരവല്ലി. അതുപോലെ NRCB ഡെവലപ്പ് ചെയ്തതാണ് ഇതയം. ആ ഇതയും 40-50 കിലോ കിട്ടും. ഇത് 40-50 കിലോ വാഴക്കൊലയ്ക്ക് വെയിറ്റ് വരും. ഇതെന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി. വാഴ വിത്ത് വാഴ കൊല മുറിക്കുന്ന പിന്നെ അതിൻ്റെ കന്നം കൊലയ്ക്കും. അതൊക്കെ കൊല മുറിച്ചതാണ്, അത് വീണ്ടും കൊലച്ചു. അപ്പം ഇളക്കി മാറ്റണ്ട, 2-3 ടേൺ. മറ്റ് വാഴകളൊക്കെ നിമിറ്റോട് വരും ഇളക്കി മാറ്റിയില്ലെങ്കിൽ, പാളയത്തോടനൊക്കെ. ഇതിന് 3 ഈൽഡ് വരെ ഇളക്കി മാറ്റിണ്ട, മൂട്ടി തന്നെ ഓരോ ഇട്ട് കൊടുത്താൽ മതി. ഇന്ന് ജോലിക്കാരെ കിട്ടാൻ നിവൃത്തിയില്ല, ചവറുവാരി മറ്റേ വിളയിൽ കൊണ്ടിടുമ്പോൾ ഒരു ഇതയം നട്ട്, ഒരു കർപ്പൂരവല്ലി നട്ട്, ആ വേസ്റ്റ് എല്ലാം വീട്ടിലെ വാരി അതിന് ഇട്ട് കൊടുത്താൽ കൊലയും കിട്ടും, നമ്മുടെ മാലിന്യവും മാറും. ഓണക്കാലം കഴിഞ്ഞിട്ടുള്ള വിളവെടുപ്പിനായി പരിപാലിക്കുന്ന 800 ചുവട് നേന്ത്രവാഴകൾക്ക് താഴെ മറ്റൊരു കൃഷിയെപ്പറ്റിയും ബാലേട്ടൻ ചിന്തിച്ചു. തത്ഫലമായി അവിടെ ഇടവിളയായി വള്ളി വീശി പടർന്നത് വെള്ളരിയായിരുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള ഒരു പഴവർഗ വിളയാണ് പപ്പായ. 1000 ചുവട് റെഡ് ലേഡി ഇനം പപ്പായയാണ് ഇവിടെ നട്ടിരിക്കുന്നത്. 3 വർഷം വരെ വിളവ് ലഭിക്കുന്ന ഈ ഇനത്തിന് ആവശ്യക്കാർ ഏറെ ഉള്ളതിനാൽ വിപണി പ്രതിസന്ധി ബാലേട്ടനില്ല. അധികം ഉയരം വയ്ക്കാത്ത ഇനമായതിനാൽ വിളവെടുക്കാനും എളുപ്പമാണ്. ഇത് പപ്പായ ഈ കളർ അടിക്കുമ്പോൾ മാത്രമേ പറിക്കൂ. തമിഴ്നാട് കളർ വരുമ്പോഴത്തേന്നെ പറിച്ച് ഇത് അഴുവാതിരിക്കാൻ വേണ്ടി ഫോർമാലിൽ വാഷ് ചെയ്തിട്ട് കാൽസ്യം നൈട്രേറ്റ്, കാൽസ്യം കാർബൈഡ് വച്ചാണ് പഴുപ്പിച്ച് കൊണ്ടുവരുന്നത്. ഇതെല്ലാം കറയുള്ളതുകൊണ്ട് അബ്സോർവ് ചെയ്ത് പിടിക്കും. ഇതിപ്പോൾ 1 വർഷമായ മരമാണ്, 1 വർഷമായി. 1 വർഷം 6-7 മാസം കൊണ്ട് ഒരേ കണക്ക് വിളവെടുത്തോണ്ടിരിക്കാൻ. ഞങ്ങൾ ഈ കളർ വരുമ്പോഴേ ഞങ്ങളിത് പറിക്കുകയുള്ളൂ. അപ്പം ഈ പപ്പായക്ക് ഭയങ്കര ഡിമാൻഡാണ്. മാർക്കറ്റിൽ 50 രൂപ, 60 രൂപ, 70 രൂപ വിൽക്കുമ്പം ഞങ്ങൾ വെറും 30 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പപ്പായയുടെ ഇടയിൽ ചേനയും കൃഷി ചെയ്തിട്ടുണ്ട്. ചേനയുടെ ഒരു മൂലകവും പപ്പായ വലിച്ചെടുക്കില്ല, പപ്പായയുടെ ഒരു മൂലകവും ചേനയും വലിച്ചെടുക്കില്ല. ഒറ്റ വിഷയമേ ഉള്ളൂ, മഴ പെയ്താൽ ഇതിന് മധുരം കുറയും, അപ്പം ഇത് വാങ്ങാൻ ആൾ കാണൂല. ആ ഒരു വിഷയമേ ഉള്ളൂ. ഏറ്റവും പോഷകമൂല്യമുള്ള ബീറ്റാ കരോട്ടിൻ്റെ ഏറ്റവും കൂടുതലുള്ള പപ്പായയാണ്. ഇത് നാച്ചുറലായിട്ട് ബർത്ത് ചെയ്ത് വരുന്നത്. ഇത് സംഘമൈത്രിയുടെ എല്ലാ സ്റ്റാൾ വഴി ഞങ്ങൾ വിറ്റഴിക്കുന്നു. കച്ചവടം മാത്രമല്ല, കൃഷി മാത്രമല്ല, മറ്റുള്ളവരെ ജീവൻ നിലനിൽക്കാനുള്ള പ്രക്രിയയ്ക്കൂടെ നമ്മൾ പ്രകൃതിയെ ഉപയോഗപ്പെടുത്തുന്നു. അതാണ് ഇത്തരം കൃഷികളിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഓണക്കാല കച്ചവട ഇനങ്ങളിൽ ഹൈബ്രിഡ് പയറിനും ഈ കർഷകൻ പ്രാമുഖ്യം നൽകി. 10 അടി വീതിയുള്ള 10ഓളം തടമെടുത്താണ് ഈ പയർ നട്ടിരിക്കുന്നത്. ഓരോ തടത്തിലും നിറക്കൂട്ടൊരുക്കി ഇടവിളയായി പച്ചക്കറി വിഭവങ്ങളുമുണ്ട്. വള്ളിച്ചെടികൾക്കായി പന്തൽ കെട്ടാനും പടർത്താനുമായി ഒരു സഹായിയുമുണ്ട്. ഈ വയലിൽ പയറ്, വെണ്ട, സലാഡ്, വെള്ളരി, കത്തിരി, വഴുതന മുതലായവയാണ് ഈ കൃഷി ചെയ്തിട്ടുള്ളത്. ജൈവ കൃഷിയിൽ അടിസ്ഥാനമാക്കിയാണ് കൃഷി ചെയ്തിട്ടുള്ളത്. ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ അടിവളമായിട്ടാണ് ആദ്യം നമ്മൾ വിത്ത് നടുന്നത്. സ്യൂഡോമോണസ് ലായനിയിൽ മുക്കി 3 മണിക്കൂർ വച്ച ശേഷമാണ് ഈ പയർ വിത്ത് നടുന്നത്. രോഗപ്രതിരോധ ശേഷി കൂടുന്നതിന് ഇത് സഹായിക്കും. ഈ വയലിൽ ഫോള എന്ന വിത്താണ് നട്ടിട്ടുള്ളത്. ഹൈബ്രിഡ് ഇനമായ ഈ ഇനം 45 ദിവസമാകുമ്പോൾ പൂ വന്നു തുടങ്ങും. 1 കിലോ പയറിന് ഏകദേശം ഒരു 25-26 പയർ മതിയാകും. ഇപ്പോൾ ശരാശരി 100 രൂപ വരെ വില ലഭിക്കുന്നുണ്ട്. അല്ലാതെ ഹൈബ്രിഡ് ഇനമായിട്ടുള്ള സ്നോ വൈറ്റ് എന്ന വെള്ളരി ഇനവും കത്തിരിയും ചുവന്ന കളർ വെണ്ടയുമാണ് ഇവിടെ പ്രധാനമായും കൃഷി ചെയ്തിട്ടുള്ളത്.
ഈ വയലിൻ്റെ പ്രത്യേകത എന്നത് വാഴയുടെ ഇടവിളയായിട്ടാണ് കൃഷി. വാഴയുടെ ഒരു വശത്ത് കത്തിരിയും സലാഡ് വെള്ളരിയും നട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം 30 ദിവസം പ്രായമായ പയറാണ്. ഏകദേശം 45 ദിവസമാകുമ്പോൾ പയർ കായടക്കാൻ പാകമാകുന്നതാണ്. ഒരു കാലത്ത് മനുഷ്യവിശപ്പ് മാറ്റിയിരുന്ന മരിച്ചീനിക്കും ബാലേട്ടൻ തന്റെ പണയിൽ ഒരിടം ഒരുക്കിയിരിക്കുന്നു. അശ്വതി എന്ന ഇനം മരച്ചീനിയുടെ വിളവെടുപ്പ് കാലം 5 മാസമാണ്. ഇത് അശ്വതിയാണ്. 5 മാസം കൊണ്ട് ഇത് വിളവെടുക്കാം. ഇത് 3 കിലോ വരും. 1 കിലോയ്ക്ക് ഇപ്പോൾ 50 രൂപയാണ് വില. ഇപ്പം 150 രൂപയായി. നടുന്ന സാധാരണ വാഴ ഒഴിഞ്ഞതിന് ശേഷം ഒരു വിളയും സ്ഥിരമായിട്ട് കൃഷി ചെയ്യില്ല. വാഴ ഒഴിഞ്ഞതിന് ശേഷം സൈഡിൽ കുന്താലി വെച്ച് കുത്തി കമ്പ് മുറിച്ച് ഒരു ചാൺ നീളത്തിൽ കമ്പ് മുറിച്ച് നട്ടു കൊടുക്കും. വളവും വേണ്ട, ഒന്നും വേണ്ട. വാഴക്കിട്ട മൂലകങ്ങളൊക്കെ അത് പിടിച്ചെടുത്തു. വിളകൾക്ക് ആവശ്യമായ ജലം ലഭിക്കുന്നതിലും ബാലേട്ടന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല. വെള്ളായണി കായലിൽ നിന്നും തീർത്ത തോട് വഴി വരുന്ന വെള്ളമെടുത്ത് നനച്ചു കൊടുക്കുന്നതിനൊപ്പം സോളാർ സിസ്റ്റം വഴിയുള്ള സ്പ്രിംഗ്ലർ സംവിധാനത്തിലൂടെയും കാർഷിക വിളകൾക്ക് യഥേഷ്ടം വെള്ളം ലഭിക്കുന്നു. ഈ പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന കർഷകർ കൃഷിയിൽ നിന്ന് വിട്ടുപോകില്ല. ഇടയ്ക്ക് കാലവർഷം വളരെ ഈ മഴ പെയ്യേണ്ട സമയത്ത് മഴയില്ല, വേനൽ വിട്ടേണ്ട വേനലില്ല. അങ്ങനെ ഈ വള്ളിവർഗ ചെടി, വെള്ളരി അങ്ങനെയുള്ള ചെറു കൃഷിയൊക്കെ വ്യാപകമായ നഷ്ടമാണ്. ഈ ഓണത്തിൽ എന്തായാലും കൃഷിക്കാരന് ഭീമമായ നഷ്ടമാണ്. എന്നിരുന്നാലും കർഷകർ പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന അവൻ്റെ ഉപജീവനം എന്നുള്ള നിലയിൽ അവന് വേറൊരു തൊഴിലും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അവൻ കൃഷി എന്നുള്ള ഇത് കൺസെപ്റ്റിൽ നിൽക്കുന്നത് കൊണ്ട് ഓണത്തിന് പച്ചക്കറിക്ക് ഷോർട്ടേജ് വരില്ല. വാഴക്കൊലയ്ക്ക് ഷോർട്ടേജ് വരും. കാരണം വാഴകളെല്ലാം അത് വിളവെത്തുന്ന മുമ്പേ തന്നെ ഒടിഞ്ഞു വീഴുന്ന് നശിച്ചു പോയി. സംഘമൈത്രിക്ക് മാത്രം 4000 കർഷകർക്ക് 2 ലക്ഷം മൂട് വാഴ നഷ്ടപ്പെട്ടു. 8 കോടി രൂപയുടെ നഷ്ടമാണ്. 1 കിലോ ഏത്തക്കായ്ക്ക് ഇപ്പോൾ 80 രൂപ 70 രൂപ വില ഇരിക്കുകയാണ്. കർഷകന് 70 രൂപ കൊടുക്കുകയാണ്. അപ്പോൾ ശരാശരി 10 കിലോ വന്നാൽ 700 രൂപ കിട്ടും. അങ്ങനെ 2 ലക്ഷം മൂട് വാഴ 465 ഹെക്ടറിൽ തിരുവനന്തപുരം ജില്ലയിൽ കൃഷി ചെയ്തിരുന്ന വാഴയാണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് മറ്റ് വിളകളിലേക്ക് ഞങ്ങൾ കുറച്ച് മാറിത്തുടങ്ങി. വാഴ മാറി കാറ്റ് ബാധിക്കാത്ത കൃഷിയിലേക്ക് നമ്മൾ മാറിത്തുടങ്ങി. പ്രതികൂല കാലാവസ്ഥയും അതിലൂടെ സംജാതമായ കാറ്റിലും പെട്ട് വ്യാപകമായ കൃഷിനാശം സംഭവിച്ച സ്ഥലം കൂടിയാണ് നരുവാമൂട്. ബാലേട്ടനടക്കം പല കർഷകരും ഓണക്കാലം മുൻനിർത്തി കൃഷിയിടങ്ങളിൽ സമ്പൂർണ്ണ ശ്രദ്ധ പുലർത്തി പോരുന്ന കാഴ്ചയാണ് എവിടെയും ദൃശ്യമാക്കുന്നത്. 100ഓളം കുരുമുളക് കൊടികൾ പടർന്ന കുരുമുളക് ചെടികൾ പറമ്പിലെ മറ്റൊരു കൃഷി കാഴ്ചയാണ്. പുരയിടത്തിലെ കവുങ്ങിലും തെങ്ങിലും പ്ലാവിലും പോരാഞ്ഞ് മുരിങ്ങയിലുമാണ് കുരുമുളക് വള്ളികൾ പടർത്തിയിരിക്കുന്നത്. മാറി മാറിയുള്ള കൃഷിയുടെ ഭാഗമായി മധുരക്കിഴങ്ങ് വള്ളികളെ മണ്ണിൽ പടർത്താനും ബാലേട്ടൻ മടിച്ചില്ല. ഇത് മധുരക്കിഴങ്ങ് ശ്രീഭദ്രയാണ്. 3 മാസം കൊണ്ട് ഇത് വിളവെടുക്കാം. ഇത് ഈ കാലാവസ്ഥാ വ്യതിയാനം കാരണം കഴിഞ്ഞ വർഷം മധുരക്കിഴങ്ങ് നട്ടവർക്ക് ആർക്കും കിഴങ്ങ് കിട്ടിയില്ല. ഇപ്പം കാലവർഷം ഇപ്പം മഴ പെയ്തതിന് ശേഷം വീണ്ടും നട്ട് അത് അനുകൂലമായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകം ഇതാണ്ട ചുവപ്പ് കളറാണ്. ബീറ്റാ കരോട്ടിൻ ഏറ്റവും കൂടുതൽ ഉള്ള വിളവാണ് ഈ മധുരക്കിഴങ്ങാണ് ഈ ശ്രീഭദ്ര. ചാക്കിൽ വീട്ടിൽ മണ്ണ് നിറച്ച് വെച്ച് ഒരു പൂട്ട് വള്ളി ഇട്ട് കൊടുക്കാമെങ്കിൽ ചാക്ക് നിറച്ച് കിഴങ്ങിരിക്കും. വീട്ടിലെ വേസ്റ്റും വാരി വെച്ച് കൊടുത്താൽ മതി. ഇതാണ് ശ്രീഭദ്ര. ഇവിടെ ഞങ്ങൾ സ്ഥിരമായി ശ്രീഭദ്രയാണ് കൃഷി ചെയ്യുന്നത്. ഞങ്ങൾ സ്വന്തമായി ഈ വള്ളി ഞങ്ങൾ അടുത്തുള്ള കർഷകർക്കും കൊടുക്കും. ഞങ്ങൾ കൃഷി ചെയ്യും. പരിപാലനമൊന്നുമില്ല. നന്നായിട്ട് കിളച്ച് അതിന് ചെയ്യേണ്ട മണ്ണിൻ്റെ അസിഡിറ്റി മാറാൻ സോയിൽ റിച്ച് ഒരു കുഴിക്ക് ഒരു 50 ഗ്രാം സോയിൽ റിച്ച് ഇട്ട് കൊടുക്കണം. സോയിൽ റിച്ച് ഇട്ടിട്ട് കുഴി വെട്ടിക്കൂട്ടണം. വെട്ടിക്കൂട്ടിയതിന് ശേഷം ഒരു കുഴിയിൽ ഒരു 3 ദിവസത്തേക്ക് മുമ്പേ ഇതിൻ്റെ വള്ളി ഇതുപോലെ എടുത്ത് ഇത്ര നീളത്തിൽ വള്ളി കുറുക്കണം. കുറുക്കി കെട്ടി തണലത്ത് വയ്ക്കണം. തണലത്ത് വച്ചിട്ട് ഇത് 3 ദിവസം കഴിയുമ്പോൾ ഇതിൽ മുട്ടിൽ വേര് വരും. അപ്പനെ ഇങ്ങനെ കുഴിയിൽ ഇങ്ങനെ വളച്ചിട്ട് കൊടുക്കണം. ഇത്രയും വളച്ച് നട്ടാൽ മതി. വേറെ പരിപാലനമൊന്നും വേണ്ട. വേറെ വളവും വേണ്ട, കീടനാശിനിയും വേണ്ട, ഒന്നും വേണ്ട. ഒരു അരക്കുട്ട കോഴിവളം അല്ലെങ്കിൽ ചാണകപ്പൊടി ഒരു കുഴിയൊന്നിന് ഇടണം.
സോയിൽ റിച്ച് കൊടുക്കണം, 50 ഗ്രാം സോയിൽ റിച്ച്. ഇത്രയും മതി മധുരക്കിഴങ്ങ് കൃഷി ചെയ്യാൻ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വിഷം തളിച്ചെത്തുന്ന കറിവേപ്പില പൂർണ്ണമായും ഒഴിവാക്കുക എന്ന ചിന്തയ്ക്കും പ്രചാരണത്തിനുമായി ഒരു കറിവേപ്പില തോട്ടം തന്നെ തൻ്റെ കരമണ്ണിൽ ബാലേട്ടൻ തീർത്തിരിക്കുന്നു. ഈ കരിവേപ്പിലയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഈ കരിവേപ്പില 100 രൂപയാണ് കിലോ വില. സംഘമൈത്രിയിൽ വരുമ്പോൾ തന്നെ ഡോക്ടേഴ്സ് പലരും വന്ന് ബൾക്കായിട്ട് 3 കിലോ 4 കിലോ അവരൊക്കെ കരിപ്പട്ടിയും കൂടെ ചേർത്ത് കിണ്ടി തിന്നാൻ വേണ്ടി അവർ വാങ്ങിച്ചുകൊണ്ടു. നമ്മൾ കറിയിലൊക്കെ ഇട്ടിട്ട് എല്ലാവരും കരിവേപ്പില എടുത്ത് കളയും. ഒരു കാരണവശാലും കളയാൻ പാടില്ല. കരിവേപ്പില ചവയ്ക്കുന്നു. ഇരുമ്പിൻ്റെ അളവ് ഏറ്റവും കൂടുതലുള്ള ഇരുമ്പിൻ്റെ അളവുള്ളതാണ് ഈ കറിവേപ്പില. നമ്മുടെ വീട്ടിൽ ഒരു മൂട് കരിവേപ്പിലയെങ്കിലും നട്ടുപിടിപ്പിച്ചാൽ ഓരോ കൊണ്ട് ഒടിച്ചൊടിച്ച് വിട്ടാലേ വളരുള്ളൂ. ഇത് ഒടിച്ചൊടിച്ച് വിട്ടുകൊണ്ടാണ് കുറ്റിയായിട്ടിരിക്കുന്നത്. ഇത് ഒരു മൂട് കരിവേപ്പിലെങ്കിലും നമ്മൾ ഓരോ വീട്ടുവളപ്പിലും നട്ട് വളർത്തുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കരിവേപ്പില കിട്ടും. പുരയിടത്തിന്റെ അതിരുകളിൽ മംഗള ഇനം കവുങ്ങാണ് നട്ടിരിക്കുന്നത്. നല്ല ഉൽപാദനശേഷിയാണ് ഈ കവുങ്ങുകളിൽ കാണപ്പെടുന്നത്. പോഷക ഗുണമാർന്ന ഇലയ്ക്കും കായ്കൾക്കുമായി മുരിങ്ങയും ഇവിടെ സമൃദ്ധമായി ഉണ്ട്. കാർഷിക പഴമയുടെ നിറവിൽ നനകിഴങ്ങും ബാലേട്ടന്റെ പുരയിടത്തിലുണ്ട്. കവുങ്ങുകളിലും മുരിങ്ങകളിലുമായി കയർ വിരിച്ചു കെട്ടിയാണ് നനകിഴങ്ങിന്റെ വള്ളികൾ പടർത്തുക. എത്രത്തോളം ഉയരത്തിൽ പടർത്താൻ കഴിയുന്നുവോ അത്രത്തോളം ഉൽപാദനം ചുവട്ടിൽ സാധ്യമാകുന്നു. നനകിഴങ്ങ് കൃഷി നന്നേ ചിലവ് കുറഞ്ഞ ഒന്നാണ്. നമ്മുടെ സമൂഹത്തിൽ നിന്ന് അന്യം നിന്നു പോകുന്ന കിഴങ്ങാണ്. ഏകദേശം 2.5 അടി നീളം, ഒരു കോൽ 2.5 അടി നീളം വരും ഒരു കിഴങ്ങ്. ഒരു ചുവട്ടിൽ നന്നായിട്ട് പിടിക്കുകയാണെങ്കിൽ 20 കിലോ കിഴങ്ങ് കിട്ടും. 20 കിലോ. ഇത് കാർത്തികയ്ക്ക് വിളവെടുക്കാറാവും. ഇത് ഓരോ സീസണിലും ഓരോ വിളയാണ് എടുക്കുന്നത്. ഇത് കാർത്തിക എന്ന് പറയുമ്പോൾ നവംബർ ഡിസംബറിലാണ് കാർത്തിക വരുന്നത്, വൃശ്ചിക മാസം. അപ്പോഴ് ഇതിൻ്റെ മൂട് പടുമ്പോഴത്തേക്ക് കിളയ്ക്കണം. അത് ഒരു കുഴിയെടുത്ത് അതിൽ അരക്കുട്ട ചാണകം ഇട്ട് സോയിൽ റിച്ച് ഇട്ട് വിത്ത് വെച്ചിട്ട് ടാക്നിമോയും ഇട്ട് നടാമെങ്കിൽ ഒരു ചുവട്ടിൽ 2000 രൂപ വരെ നനകിഴങ്ങ് കിട്ടും. സംഘമൈത്രിയുടെ ഓഫീസിന് മുകളിൽ തയ്യാറാക്കിയ മഴമറയ്ക്കുള്ളിലും പച്ചക്കറി കൃഷിയുണ്ട്. ചുടുകട്ട വച്ചുയർത്തിയ പ്രതലത്തിൽ 110 ചാക്കുകളിലായാണ് കൃഷി. ചാക്കുകളിൽ പാറപ്പൊടിയും ജൈവവളങ്ങളും ചേർന്ന മിശ്രിതം തയ്യാറാക്കിയിരിക്കുന്നതിനാൽ ഈ കൃഷിയിൽ മണ്ണ് വേണ്ട എന്നതും പ്രധാനമാണ്. ചാക്കിലെന്ന് പറഞ്ഞാൽ മണ്ണൊന്നും ഉപയോഗിച്ചിട്ടില്ല. പാറപ്പൊടി, മണല്, ചാണാപ്പൊടി, അത് കഴിഞ്ഞ് ടാക്നിമോ സോയിൽ റിച്ച്, അത് കഴിഞ്ഞ ശേഷം അത് പടർന്നു തുടങ്ങിയതിന് ശേഷം കുറച്ച് കോഴിവളം. ഈ ടെറസിൻ്റെ ഉയരായതുകൊണ്ട് എന്നും വെള്ളം നനയ്ക്കില്ല. 3 ദിവസത്തിലൊരിക്കൽ വെള്ളം നനച്ചാൽ മതി. കീടങ്ങളില്ല, അടപ്പുള്ളതുകൊണ്ട് കീടബാധയും ഇല്ല. സേഫ്റ്റിയായ കൃഷി. ഇപ്പോൾ ഓണത്തിന് മഴ ഇനി തുടർന്ന് മഴ പെയ്താലും ഇവനെ ബാധിക്കില്ല. 110 ചാക്ക് വച്ചിട്ടുണ്ട്. ഒരു ചാക്ക് ശരാശരി 2 കിലോ പയർ വന്നാലും 220 കിലോ പയറായി. 220 കിലോ പയറിന് 1 കിലോയ്ക്ക് ഇന്ന് 100 രൂപ വിലയിരിക്കുകയാണ്. ചില്ലറ 120 അതാണ്. നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ എല്ലാവരും ടെറസിൻ്റെ മുകളിൽ റൂഫൊക്കെ ചെയ്ത് കാവലിരിക്കുകയാണ്. ആ റൂഫ് മാറ്റി ഇതുപോലെയുള്ള ഗ്രീൻ ഹൗസ് പോലത്തേക്ക് ആക്കിയാൽ നമുക്ക് ഇവിടെ നേരത്തെ മുളക് നട്ടിരുന്നു. മുളക് കൃഷി 1 ലക്ഷം രൂപ വരെ മുളകാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് തക്കാളി കൃഷി ചെയ്തിരുന്നു. ഓരോ വിളയും മാറ്റി ഞങ്ങൾ കൃഷി ചെയ്യും. പയർ കഴിഞ്ഞ കൂടെ ഇനി ഇതിനൊക്കെ പാലക്ക് ചീരയാണ് കൃഷി ചെയ്യാൻ പോണം. പാലക്ക് ചീരയും കൃഷി ചെയ്തിരുന്നു. കൃഷി ശാസ്ത്രീയമാണ്. നല്ല മണ്ണ്, നല്ല ജലം, നല്ല വായു എന്നിവയടക്കമുള്ള പരിസ്ഥിതിയുടെ സമഗ്രമായ സംരക്ഷണം എന്നതിലാകണം കർഷകർ ശ്രദ്ധ വയ്ക്കേണ്ടത്. മാനവരാശിയുടെ ആരോഗ്യ സമ്പുഷ്ടമായ നിലനിൽപ്പാണ് ഇതിലൂടെ സംജാതമാകുന്നത്. വിളകളുടെ ത്വരിതമായ വളർച്ചയ്ക്ക് മാലിന്യങ്ങൾ ചുവടുകളിലേക്ക് എത്തുമ്പോൾ സമൂഹത്തിന്റെ ഏറ്റവും വലിയ വിപത്തായ മാലിന്യ കൂമ്പാരങ്ങളും നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നു. കാലങ്ങൾ നീണ്ട കാർഷിക കരുത്തിൽ തിരുവനന്തപുരത്തെ സംഘമൈത്രി ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ചെയർമാൻ കൂടിയായ ബാലേട്ടൻ ഇത് പറഞ്ഞു വയ്ക്കുമ്പോൾ അത് കാതോട് കാതോരം മലയാള സമൂഹത്തിന്റെ മനസ്സിലേക്ക് ഒരു വള്ളിച്ചാർത്ത് പോലെ പടർന്നു പരിലസിക്കട്ടെ എന്ന് കൃഷിദർശനം ആശിക്കുന്നു.